കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനും ഇന്റലിജൻസിനും ഇതിലും വലിയൊരു നാണക്കേട് ഇനി വരാനുണ്ടോ? നമ്മുടെ മൂക്കിന് താഴെ തലസ്ഥാന നഗരിയിൽ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ 2 ദിവസം താമസിച്ച് അതീവ നിർണായകമായ യോഗങ്ങളിൽ പങ്കെടുത്തു മടങ്ങിയിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസും അറിഞ്ഞത് വിവേകാനന്ദ പാറ കാണാൻ വന്നതാണ് എന്ന പച്ചക്കള്ളം. അന്വേഷണ മികവിന്റെ പേരിൽ കൊട്ടിഘോഷിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് വെറും കാഴ്ചക്കാരായി മാറിയിരിക്കുകയാണ്. ജനുവരി 22, 23 തീയതികളിലാണ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എത്തിയത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ആ വരവ്. ചാർട്ടേഡ് വിമാനം ഒഴിവാക്കി സാധാരണ യാത്രക്കാരനെ പോലെ ഇൻഡിഗോ വിമാനത്തിൽ അദ്ദേഹം വന്നിറങ്ങി. കൂടെയുണ്ടായിരുന്നത് വെറും 4 പോലീസുകാർ, അതും മഫ്തിയിൽ മതിയെന്ന് അദ്ദേഹം കണിശമായി പറഞ്ഞു. സംസ്ഥാന ഇന്റലിജൻസിന്റെ ഡോവൽ അറിയിച്ചത് താൻ കന്യാകുമാരി സന്ദർശിക്കുവാൻ വരികയാണെന്നാണ്. അത് കേട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുമായി ഓടി നടന്നു. എന്നാൽ അജിത് ഡോവൽ നേരെ പോയത് എങ്ങോട്ടേക്കാണെന്നോ? തുമ്പയിലെ VSCയിലേക്ക്. അവിടെ താമസിച്ച് 6ഓളം നിർണായക യോഗങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ശാസ്ത്രജ്ഞരുമായി മുഖാമുഖം സംസാരിച്ചു. PSLV വിക്ഷേപണത്തിലുണ്ടായ തുടർച്ചയായ പരാജയങ്ങളെ കുറിച്ച് അദ്ദേഹം നേരിട്ട് അന്വേഷിച്ചു. എന്നിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തെടുക്കുകയായിരുന്നു? പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തി അന്ന് രാവിലെ അജിത് ഡോവൽ കന്യാകുമാരിയിലേക്ക് തിരിച്ചു. രാജീവ് ചന്ദ്രശേഖർ ഡോവലിനൊപ്പമുള്ള സെൽഫി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടും ഇത്രയും VIP ആയ ഒരാൾ നമ്മുടെ മണ്ണിൽ എന്തിനാണ് വന്നതെന്നോ എവിടെയാണ് പോയതെന്നോ തിരിച്ചറിയുവാൻ പിണറായിയുടെ പോലീസിന് കഴിഞ്ഞില്ല എന്നത് ലജ്ജാകരമാണ്. അന്വേഷണ മികവിന്റെയും ഇന്റലിജൻസിന്റെയും കാര്യത്തിൽ നമ്മൾ ഒന്നാമതാണെന്ന് വാചകമടിക്കുന്നവർ ഇതൊന്ന് കേൾക്കണം. രാജ്യത്തെ ഏറ്റവും കരുത്തരായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തലസ്ഥാനത്ത് വന്ന് ജോലി തീർത്ത് മടങ്ങിയിട്ടും വിവരം മണത്തറിയാൻ പോയിട്ട് അദ്ദേഹം തിരിച്ചുപോയി റിപ്പോർട്ട് സമർപ്പിച്ചതുവരെ നമ്മുടെ ഇന്റലിജൻസ് അറിഞ്ഞിട്ടില്ല. PSLV പരാജയത്തിൽ അട്ടിമറിയില്ലെന്നും സാങ്കേതിക പിഴവുകളാണെന്നും അദ്ദേഹം റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. സ്വന്തം സംസ്ഥാനത്തോട് ഇത്രയും സുപ്രധാനമായ ഒരു വ്യക്തി വരുമ്പോൾ അത് തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത രീതിയിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. സംരക്ഷണത്തിന്റെ കാവൽക്കാർ വെറും നോക്കുകുത്തികളായി മാറിയെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഇതാണോ കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം? ഇതാണോ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കരുത്ത്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ നോക്കുന്നവർക്ക് മുൻപിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് എടുത്തത്. രഹസ്യങ്ങൾ എങ്ങനെ സൂക്ഷിക്കണമെന്നും കാര്യക്ഷമത എങ്ങനെയായിരിക്കണമെന്നും കണ്ടുപഠിക്കട്ടെ നമ്മുടെ ഇന്റലിജൻസ് സംഘം. സത്യത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. അന്വേഷണ മികവിനും ഇന്റലിജൻസിനും പേര് കേട്ട കേരള പോലീസ് ഇപ്പോൾ വെറും കോമഡി സ്റ്റാർസ് ആയി മാറിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാക്ഷാൽ അജിത് ഡോവൽ നമ്മുടെ മൂക്കിന് താഴെ വന്ന് 2 ദിവസം തങ്ങി. അതീവ രഹസ്യമായിട്ടുള്ള മിഷനുകൾ പൂർത്തിയാക്കി മടങ്ങിയിട്ടും നമ്മുടെ പിണറായിയുടെ ഇന്റലിജൻസ് അറിഞ്ഞത് അദ്ദേഹം പാറ കാണാൻ വന്നതാണ് എന്ന്. ഇതിലും വലിയൊരു നാണക്കേട് ഈ വകുപ്പിന് ഇനി വരാനുണ്ടോ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? ഒരിക്കലുമല്ല. പിണറായി വിജയൻ ഭരിക്കുന്ന ഈ ആഭ്യന്തര വകുപ്പിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ സുരക്ഷാ വീഴ്ചകളുടെ ഒരു ഘോഷയാത്ര തന്നെ കാണാം. സംസ്ഥാനത്തിന്റെ ഗവർണറുടെ വാഹനത്തിന് നേരെ തുടർച്ചയായി SFI പ്രതിഷേധക്കാർ കടന്നുകയറുന്നു, കരിങ്കൊടി കാണിക്കുന്നു. അവിടെ പരാജയപ്പെട്ടത് ഇതേ ഇന്റലിജൻസ് സംവിധാനമാണ്. വിദേശ പ്രതിനിധികൾ വരുമ്പോഴും കേന്ദ്രമന്ത്രിമാർ വരുമ്പോഴും പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ പലപ്പോഴും ഈ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. കാട്ടിനുള്ളിൽ മാവോയിസ്റ്റുകൾ തമ്പടിക്കുന്നത് പോലും വൈകി മാത്രം അറിയുന്ന രഹസ്യാന്വേഷണ വിഭാഗം. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് നമുക്ക് സുരക്ഷയൊരുക്കേണ്ട വകുപ്പിനെ മുഖ്യൻ കുത്തൊഴിഞ്ഞ ഒന്നാക്കി മാറ്റിയ ഒന്നാണ്. സംസ്ഥാനത്തേക്ക് ഒരു സുപ്രധാന വ്യക്തി കടന്നു വരുന്നത് പോലും അറിയാതെ പോകുന്നത് സത്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. പണ്ട് സ്വർണ്ണക്കടത്ത് കേസ് ഉണ്ടായപ്പോൾ പ്രോട്ടോകോൾ ലംഘനങ്ങൾ നടന്നതും നമ്മൾ കണ്ടതാണ്. അന്നൊക്കെ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് കൈമലർത്തിയ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും.